ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കിനും എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസമാണ്, അല്ലെങ്കിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ദിവസമാണ്. പാത്തുവിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് കേട്ടോ. അപ്പം ഞാൻ ആസ് എ മദർ ആയതിന് ശേഷമുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക്. അപ്പോൾ അതെനിക്ക് സ്പെഷ്യലാണ്. അപ്പോൾ പാത്തുവിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പോൾ പാത്തുവിന് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത് ഒരു വൈറ്റ് ഷൂ ആണ്. മിസ്സ് നിർബന്ധമായിട്ടും പറഞ്ഞായിരുന്നു വൈറ്റ് ഷൂ ഇടണമെന്ന്. അപ്പോൾ അത് ഇച്ചിരി ഇറുക്കമുള്ളതാണ്. അപ്പോൾ ഇട്ടപ്പോഴേ ഞാൻ ഇടൂല എന്നും പറഞ്ഞാണ് പോയത്. അപ്പോൾ ഇൻ കേസ് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നും കരുതിയിട്ട് ഞാനൊരു സാൻഡലും കൂടെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മോൾക്ക് ഇട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് എടുത്ത് വെച്ചിരുന്നത്. അപ്പം കുറച്ച് ദിവസമായിട്ട് ആൾ ഡാൻസിൻ്റെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് എക്സൈറ്റിംഗ് ഒക്കെയാണ്. ഞാനും എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ പാത്തുവിൻ്റെ സ്വഭാവം വെച്ചിട്ട് പാത്തു വീട്ടിൽ വന്ന് ഡാൻസ് ചെയ്തൊന്നും കാണിക്കൂല, എല്ലാം അവിടെ വെച്ച് കാണിക്കുന്നുള്ളൂ. മിസ്സ് പറയുമ്പോൾ കൂടിയാണ് ഞാൻ പാത്തു ഡാൻസിന് ഉണ്ടെന്ന് അറിയണത് തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ വീട്ടിൽ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് അവളെ കൊണ്ട് ഡാൻസ് പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്തുവിൻ്റെ സ്കൂളാണ് കേട്ടോ ഇത്. മേരിഗിരി എന്ന് പറയുന്ന ഒരു CMI സ്കൂളാണ്. അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ഓഡിറ്റോറിയവും സ്റ്റേജൊക്കെയാണ് കേട്ടോ ഇത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ മുതലേ എനിക്കിങ്ങനെ എക്സൈറ്റിങ് ആവാൻ തുടങ്ങി. കാരണം ആ ഒരു സ്റ്റേജിൽ കുഞ്ഞ് എങ്ങനെ കളിക്കും, അവളെ കൊണ്ട് പറ്റുമോ, അവളെങ്ങനെ ചെയ്യാൻ, ഇങ്ങനെ പല പല തോട്ട്സ് ആയിരുന്നു എൻ്റെ മൈൻഡിൽ. കാരണം അവളത് ചെയ്തു. ചിലവർക്ക് സ്റ്റേജ് ഫിയർ ഒക്കെ വരൂലേ. അപ്പം എനിക്ക് പാത്തുവിൻ്റെ കാര്യത്തിൽ ഒരു പേടി ഉണ്ടായിരുന്നു, ഇനി സ്റ്റേജ് ഫിയർ ഒക്കെ വരുമോ അങ്ങനെയൊക്കെ. അപ്പം പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു റാപ്പൻസിലിൻ്റെ ഒക്കെ ഒരു തീം, ഫെയറി ടെയിലിൻ്റെ തീമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഡാൻസ് കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പ്ലേ സ്കൂള്, കിൻഡർ ഗാർഡൻ ആ ഒരു സെക്ഷൻ്റെ ഒക്കെ പ്രോഗ്രാം ആയിരുന്നു. ഈ മക്കള് കുഞ്ഞുടുപ്പ്, അതിപ്പോൾ എൻ്റെ കൊച്ചല്ല, മറ്റുള്ള കുട്ടികളാണെങ്കിലും കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കണ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞ് സെക്കൻഡ് പ്രോഗ്രാം ആയിരുന്നു പാത്തുവിൻ്റെത്. അപ്പോൾ ദേ ഈ വന്നതാണ് കേട്ടോ പാത്തു ഇവിടുന്ന് ആ അഞ്ചാമത് നിൽക്കുന്നതാണ് കേട്ടോ. അഞ്ചാമത് നിൽക്കുന്ന കുഞ്ഞാണ് പാത്തു എന്ന് പറയുന്നത്. ആ മുടി ഇത്തിരി ലോങ് ആയിട്ട് കിടക്കുന്ന അതാണ് പാത്തൂസ്. അപ്പം പാത്തൂസിൻ്റെ മുടിയൊന്നും വെട്ടിക്കല്ലേ എന്നൊക്കെ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഞാൻ പ്രോപ്പറായിട്ട് ഒന്നും ചെയ്തില്ല, മേക്കപ്പ് ഒന്നും ചെയ്യാതെ വിട്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലേക്ക് കുഞ്ഞിങ്ങനെ വന്ന് കയറണുണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അവളേലും ടെൻഷൻ എനിക്കായിരുന്നു. എനിക്കാണെങ്കിൽ പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞ് എനിക്ക് ആ ഒരു ഫീലിങ് അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും. നമ്മുടെ കുഞ്ഞ് ഫസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര എക്സൈറ്റിങ്ങും അതിലുപരി ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാ ടിപ്പിക്കൽ അമ്മമാരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് അപ്പം എനിക്ക് കയറി കേട്ടോ. അതായത് എൻ്റെ കുഞ്ഞ് എല്ലാവരെക്കാട്ടിയും നല്ലപോലെ കളിക്കണം എന്നുള്ളൊരു മൈൻഡ്, ആ ഒരു രീതിക്ക് ഞാൻ സെൽഫിഷ് ആയിപ്പോയി. യെസ്, ഐ ആം സെൽഫിഷ്.
ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് സെൽഫിഷ് ആയ പോലെ എനിക്ക് തോന്നി. പക്ഷേ എന്നിരുന്നാലും എല്ലാ മക്കളും നല്ലപോലെ കളിച്ചു, പാത്തു നല്ലപോലെ കളിച്ചു. പാത്തുവിനെ കൊണ്ട് അത്രയും തന്നെ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാനൊക്കെ ഒരു സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. പക്ഷെ എന്നാലും അത് അക്സെപ്റ്റ് ചെയ്ത് ചിലപ്പം നിൽക്കും, അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ പാത്തുവിനും അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ അവൾക്ക് ഉണ്ടാവാഞ്ഞുണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഭയങ്കര സന്തോഷമായി. എല്ലാവരും പറഞ്ഞു പാത്തുവിനെ കൊണ്ട് ഡാൻസ് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ടീച്ചറും പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പം ആസ് എ മദർ എനിക്ക് ആ ഒരു സമയത്ത് ഭയങ്കര പ്രൗഡായിരുന്നു. ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. പാത്തുവിനെ അപ്പോഴത്തേക്കിനും പാത്തുവിൻ്റെ ആ പരിപാടി കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് വിളിച്ചുകൊണ്ട് പോകാം, മിസ് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പാത്തുവിനെ ഇക്കാക്ക പോയി വിളിച്ചുകൊണ്ട് വന്ന്, ആൾക്കുള്ളതാണ് എന്നെ കാണുമ്പോൾ എവിടെ വെച്ചപ്പോൾ കണ്ടാലും പെട്ടെന്ന് ഓടി എൻ്റെ അടുത്തേക്ക് വരും. നല്ല രസമുണ്ടായിരുന്നു. മുടി കെട്ടണ്ടായിരുന്നു, അഴിച്ചിട്ടേക്കുന്നോണ്ട്. അല്ലേ മുടി ഇതിങ്ങനെ കെട്ടണായിരുന്നു. അല്ല അഴിച്ചിട്ടല്ലേ ഡാൻസ് കളിക്കുന്ന. ആള് ഡാൻസ് ഒക്കെ കളിച്ച് ടയേർഡായിരുന്നു. ആൾക്കൊരു ഫ്രൂട്ടിയൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുത്തു. ആളെ ഫുൾ ഹാപ്പി ആക്കി. കാരണം ഞങ്ങളെ ഒരു പ്രൗഡ് പേരൻസ് ആക്കിയത് അവളാണ്. അപ്പം അവളെ ആ ഒരു രീതിക്ക് നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്തായാലും നല്ലൊരു ഹാപ്പി ദിവസമായിരുന്നു. എല്ലാം നല്ല 100% നല്ലതുപോലെ നടന്നു. അപ്പോൾ പാത്തുവിനെയും എന്നെയും വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.